ഞങ്ങൾ ഇങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ചു അമ്മമ്മ എന്നെ നോക്കി ഇങ്ങനെ നോക്കി. അപ്പൊ ഞാൻ വെച്ചു സീരിയൽ കണ്ട ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ പ്രശ്നം വെച്ച് എന്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും ഇതാരാ? ഞാൻ പറഞ്ഞ ഹസ്ബൻഡാണ്. നീ സൂക്ഷിച്ചോ കേട്ടോ, ഇവള് കാണുന്ന പോലെ ഒന്നുമല്ല, നീ സൂക്ഷിച്ചോ, നിനക്കും വരും പണി. ഞാൻ എന്തിന് ഇങ്ങനെ വന്ന് അപ്പൊ അവനും കഴിക്കും. അവിടെ 2-3 കുട്ടികളുണ്ട്. അപ്പൊ അവരെ പറഞ്ഞത് ഈ ആന്റി സീരിയലിലൊക്കെ ഉണ്ടാണ്, ടി വിയിൽ ഇതിലൊക്കെ ഉണ്ട്. അപ്പൊ ഒരു കുട്ടി കുറെ നേരം അവൻ ഇങ്ങനെ ആലോചിക്കുക. ആൺകുട്ടി അവനിങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വന്ന് അടുത്ത് വന്നിട്ട് ആന്റി പോഗോയിലുണ്ടോ? കാരണം അവൻ കാണുന്ന ചാനൽ അതേ ഉള്ളൂ. ഇത് വണ്ണം വെച്ചു കേട്ടോ, ഭയങ്കര ഡാൻസ് എങ്ങനെ കളിക്കും. അപ്പൊ കൂടെ വരുന്ന സമയത്ത് ആദ്യം ചോദിച്ചു ഇതാരാ, ചേട്ടനാണോ? ചേട്ടനോ? ഞാൻ പറഞ്ഞല്ല ഹസ്ബൻഡ്. ആ ഓക്കെ. ഞാനപ്പോ എപ്പോഴും ചോദിക്കും ഇതാരാന്ന് ചോദിച്ചാ പോരെ, ആരും ആയിക്കോട്ടെ, നല്ല ഫ്രണ്ട് ആണോ? ഓക്കെ ചോദിക്കണം, അത്ര നിർബന്ധമാണ് അറിയണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാലോ. ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്ക് മോനാണോ എന്ന് ചോദിച്ചു. ഞാനൊരു പ്രൊഫഷണലായിട്ട് ഒരു സിംഗറായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു തവണ ഇതുപോലെ തന്നെ ഒരു വ്യക്തി ഇങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു വേറെ വല്ല പണിക്കും പോക്കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചേട്ടനെങ്കിൽ വന്നേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഈ ജോലി അല്ല ചേട്ടാ ചെയ്യണേ. അല്ല ഞാൻ പാട്ടുകാരനല്ല, ഞാൻ പെയിന്റ് പണിക്ക് പോകുന്നുണ്ട്, വാർക്കപ്പണിക്ക് പോകുന്നുണ്ട്, അങ്ങനെ ഒരുപാട് വേറെ നല്ല പണിക്ക് ഒക്കെ ഞാൻ പോകുന്നുണ്ട്. ഇതെന്റെ സൈഡിൽ ഇങ്ങനെ ഇഷ്ടം കൊണ്ട് വരുന്ന ചേട്ടാ, ഞാൻ ഈ പണിക്ക് വരണല്ല. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. നമസ്കാരം. മൈൽസ്റ്റോൺ ഇവന്റ്സ് പ്രസൻസ് സുന്ദരി നീയും സുന്ദരം ഞാനുമിന്റെ ഇന്നത്തെ എപ്പിസോഡില് വന്നിരിക്കുന്ന അതിഥികൾ ആരൊക്കെയാന്ന് പറയൂ. ഒന്ന് ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ മൈൽസ്റ്റോൺ മേക്കേഴ്സില് ഈ സുന്ദരി നീ സുന്ദരൻ ഞാനെന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമില് ഇതുവരെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു സുന്ദരനും ഒരു സുന്ദരിയും ഇതുവരേക്കും വന്നിട്ടില്ല. ഇവരാണ് ഇന്ന് അത് ആ ഒരു സംഭവം തന്നെ വെട്ടി നികത്തി വന്നിരിക്കുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വന്നിരിക്കുന്നു. ദേ നമ്മൾ അന്ന് കണ്ട അതേ സുന്ദരിയും അതേ സുന്ദരനും കിഷോർ, ദേവി. ഹലോ, എന്ത് പറയണു? സുന്ദരി സുന്ദരി അതെ വീണ്ടും വീണ്ടും നിങ്ങൾ ഇങ്ങനെ പറയുവാണല്ലോ, എന്തോ ഒരു കുറ്റബോധം. അല്ല അത് കേൾക്കുമ്പോൾ സുഖമുണ്ട്, പക്ഷെ ഇടയ്ക്ക് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വന്നതൊക്കെ എനിക്കൊരു കളിയാക്കുവാണോ? ഒരിക്കലും അല്ല. നമ്മള് വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് ഒരാളെ വിളിക്കാൻ പറയുമ്പോഴത്തേക്ക് എന്ത് നമ്മുടെ തന്നെ ഫാമിലി ഉള്ള ആളെന്ന് തോന്നുമ്പോഴല്ലേ നമ്മൾ അങ്ങനെ വിളിക്കുള്ളൂ. ഈ സന്തോഷത്തിന് ഇരട്ടി മധുരം ഉണ്ട് കേട്ടോ. ആണല്ലേ? എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കൂൾ ഒരു കോളേജ് കാലഘട്ടം കഴിഞ്ഞിട്ട് ഞാൻ രമ്യയെ കാണുന്നത് ഇന്നാണ്, വർഷങ്ങൾക്ക് ശേഷം. നമ്മൾ പറയലൊരു നേരത്തെ പറഞ്ഞത് നമ്മൾ വന്ന് കയറിയപ്പോ പറഞ്ഞ പോലെ തന്നെ ഒരു കുറച്ചെങ്കിലും നന്നായി കൂടെ. കോളേജിൽ പത്തനംതിട്ടയിൽ ഓർമ്മയുണ്ടോ? പത്തനംതിട്ട റാന്നി യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ മത്സരിച്ച് അങ്ങനെ അഴിഞ്ഞാടി. നമ്മൾ പറയില്ലേ സൗത്ത് സോൺസ് എല്ലാം എത്ര കോമ്പറ്റീഷൻസ് നമ്മൾ ഒന്നിച്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ശരിക്കും ആ ഇപ്പൊ കാണുമ്പോ ഉണ്ടല്ലോ ശരിക്കും ഒരു 10-20 വർഷം പുറകോട്ട് പോയ പോലെ ഉണ്ട്. ശരിക്കും ഒരുപാട് സന്തോഷം. എനിക്കും അത് തന്നെയാണ്. അന്നേ അതെ കിഷോറിന് അന്നത് അറിയില്ലല്ലോ, അറിയില്ലല്ലോ, അറിഞ്ഞിരുന്നില്ല ഞാൻ അല്ലേ? അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല, ഞാൻ വിചാരിച്ചില്ല, ഒരിക്കൽ കണ്ട കുട്ടിയെ ആയിരുന്നില്ല. അന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും ഈ മണ്ടത്തരം ചെയ്യോ? അതായത് ഞങ്ങള് മോഹിനിയാട്ടത്തിനൊക്കെ മത്സരിക്കുമ്പോൾ സാധാരണഗതിയില് ഈ ഡാൻസ് കോമ്പറ്റീഷൻ ഒക്കെ മത്സരിക്കുന്നത് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. അതേമാതിരി അടുത്തതും ഇങ്ങനെ പ്രാക്ടീസ് റെഡി ആവുക. അങ്ങനെ നമുക്ക് മോഹിനിയാട്ടം കഥകളിയൊന്നുമില്ല. നമ്മള് അതുമല്ല യൂത്ത് ഫെസ്റ്റിവലിന്റെ ടൈം നമ്മൾ പെർഫോം ചെയ്യണത് ഒരു ദിവസം ഞാൻ വെളുപ്പിന് 6 മണിക്ക് മത്സരിക്കാൻ സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. രാത്രി 9 മണി 10 മണിക്ക് വെച്ചിരിക്കുന്നതാണ്. ഫുൾ നൈറ്റ് ഡിലേ വരും. എന്നിട്ട് ഇങ്ങനെ അപ്പൊ ചിലത് 3 മണിക്കൊക്കെ ഞാൻ അപ്പൊ ഒന്ന് ദേവിയോട് ചോദിക്കും നിന്റെ കഴിഞ്ഞോ, അല്ലെങ്കിൽ എന്റെ ഇങ്ങനെ ആയിരിക്കും. ആ സമയത്ത് ഞാനൊക്കെ നമ്മളൊക്കെ മോഹിനിയാട്ടത്തിന്റെ ഡ്രസ്സ് ഇട്ട് ഇങ്ങനെ ഇതായിട്ട് നിക്കുമ്പോ വേറൊരാള് തുള്ളി ചാടി ഒരു ചെലങ്കി ഇട്ടിട്ടേ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്, വേറെ ഏലിയൻ ആണ്. അതില് അത്ഭുതപ്പെടാൻ എനിക്ക് വലിയ അത്ഭുതം തോന്നില്ല. കാര്യം ഞാൻ ഈ അടുത്ത് നേരിട്ടൊരു സംഭവം 2 കാര്യങ്ങള് കണ്ടതാണ്. എന്താ അത് കണ്ടത്? അല്ല അറിയട്ടെ. അതായത് ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ മുമ്പില് ഒരു ഫാമിലി, അപ്പൊ അവിടെ കുറെ 2 കുഞ്ഞു മക്കളൊക്കെ ഉണ്ട്. അപ്പൊ അവരിപ്പോ അവിടുന്ന് മാറി. അപ്പൊ അവിടുത്തെ ചേച്ചി ഇങ്ങനെ ദേവിയെ കാണുമ്പോൾ പറയുന്നു അയ്യോ ദേവി ഉള്ളത് സമാധാനം, കാർട്ടൂൺ ചാനൽ വയ്ക്കുന്ന പോലെ. അതൊരു
ഒരു സംഗതി. രണ്ടാമത്തെ സംഗതി കിഷോറിന്റെ എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു? അങ്ങനല്ല, കാരണം കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ കളിക്കും. നമ്മള് ഇപ്പൊ പഠിപ്പിക്കുമ്പോഴാണേലും കാര്യം അവർക്ക് ഇപ്പൊ കുട്ടികൾക്ക് TV വെച്ച് കൊടുക്കുന്നു എന്നുള്ള പരാതിയാണ്. TV കണ്ട് ഫുഡ് കഴിക്കുന്നത് ശരിയല്ല, ഫോൺ ഒരുപാട് യൂസ് ചെയ്യുന്നത് ശരിയല്ല. അപ്പൊ ഇതാകുമ്പോ വേറെ പ്രശ്നങ്ങൾ ഹാനികരമൊന്നുമില്ല. ഞാൻ പറയുന്നത് ഈ ഉരുള ഇപ്പൊ കേശുവിന്റെ വായിലോട്ട് വരും. ദേ ഇങ്ങനെ കണ്ടോ ഇപ്പൊ കണ്ടോണേ, ഇങ്ങനെ വന്ന് അപ്പൊ അവന് കഴിക്കും. അടുത്തതും കൂടെ പറയട്ടെ. രണ്ടാമത്തേത്, ഞങ്ങളൊരു വീട്ടില് പോയിട്ട് ഇങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെടുത്താണ്. ദേവി ഇങ്ങനെ അവിടെ 2-3 കുട്ടികളുണ്ട്. അപ്പൊ അവരെ പറഞ്ഞത് ഈ ആന്റി ഇങ്ങനെ സീരിയലിലൊക്കെ ഉണ്ടാണ്, TV-ല് ഇതിലൊക്കെ ഉണ്ട്. അപ്പൊ ഒരു കുട്ടി മാറൊന്ന് കുറെ നേരം അവൻ ഇങ്ങനെ ആലോചിക്കുക. ആൺകുട്ടി അവനിങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വന്ന് അടുത്ത് വന്നിട്ട്, ആന്റി പോഗോയിലുണ്ടോ? കാരണം അവൻ കാണുന്ന ചാനൽ അതേ ഉള്ളൂ. അവൻ നോക്കിയപ്പോ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സ്വഭാവം വെച്ച് നോക്കുവാണെങ്കിൽ ഇത് പോഗോയിൽ വരേണ്ട സാധനമാണ്. കിഷോർ ഇങ്ങനെ കുറെ കേൾക്കുമ്പോ ഇത് നിങ്ങൾ വീട്ടിലിട്ട് എത്ര പാവം ഈ ദേവിനെ കളിയാക്കണ്ടോ? എന്താ അറിയോ, കല്യാണം കഴിഞ്ഞ സമയത്ത് എല്ലാവരും നമ്മൾ സീരിയലാണെങ്കിലും കുറച്ച് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നു, കുശുംബി ആയിട്ടൊക്കെ കാണിക്കുന്നു. അപ്പൊ നമ്മൾ കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോ കിഷോറിനെ അറിയണ പല ദേവിയോ തിരിച്ച് എന്നെ അറിയാതെ പാവം ഉണ്ടോ ആ കൊച്ചിനെ കൊല്ലരുത് കേട്ടോ. അപ്പൊ ഞാനിത് അത്ര ഭയങ്കരയാണോ ദൈവമേ, ഞാൻ മനുഷ്യനെ രീതിയോ വേണോ ഇതെന്തത്? പക്ഷെ ആദ്യമൊക്കെ എനിക്ക് കുറെ സമയം വിഷമായിരുന്നു. എല്ലാരും ഇങ്ങനെ പറയുമ്പോഴേ പാവം കേട്ടോ ആ ചെറുക്കൻ, അയ്യോ ഒന്ന് മര്യാദക്കൊക്കെ. ഞാൻ പറഞ്ഞേ എന്ത് മര്യാദ കേട്. അല്ല അതൊക്കെ തമാശക്കല്ലേ എല്ലാരും പറയണേ. 100 പേര് പറഞ്ഞ സഹിക്കാം, 1500 പേര് പറയുമ്പോ നമുക്കാണെങ്കിലും ചില സമയത്ത് ആണോ ഞാൻ ഭയങ്കരയാണോ അത്ര. ചില ആൾക്കാർ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നവരുണ്ട്. ഈ ക്യാരക്ടർ കറക്റ്റ് ആയിട്ട് നമ്മൾ അതിനോട് സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടോ നിങ്ങൾ വീട്ടില്, ഭയങ്കരയാണോ സൂക്ഷിച്ചോണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ട് അതെനിക്ക് അത്ഭുതം. ഈ ഒരു കാലഘട്ടത്തിലും ഞങ്ങൾ അമ്പലത്തിൽ ചെന്നു, അമ്പലത്തിൽ തൊഴുതോണ്ട് നിൽക്കുക. അപ്പൊ വയസ്സായിട്ടൊരു അമ്മമ്മയുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് അമ്മമ്മ എന്നെ നോക്കി ഇങ്ങനെ നോക്കി. അപ്പൊ ഞാൻ വെച്ചു സീരിയൽ കണ്ട ആ ഒരു എക്സൈറ്റ്മെന്റില് ഞാൻ ഭയങ്കരമായിട്ട് അത് തന്നെ അമ്മമ്മ ഞാൻ തന്നെയാണ് സന്തോഷം കാണുന്നതിൽ. അപ്പൊ ഒന്നുകൂടെ ഇങ്ങനെ എന്നെ ഇങ്ങനെ ഒരു മുഖം ഇച്ചിരി ചെറുതായിട്ടൊന്ന് മാറി. ഞാൻ മറ്റേ പോട്ടെ ചിലപ്പോൾ കഥാപാത്രം ഇഷ്ടമല്ല. ഇങ്ങനെ പ്രദർശനം വെച്ചോണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ പ്രദർശനം വെച്ച് എൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും ഇതാരാ? നമ്മുടെ ഹസ്ബൻഡാണ്. നീ സൂക്ഷിച്ചോ കേട്ടോ, ഇവള് കാണുന്ന പോലെ ഒന്നുമല്ല, നീ സൂക്ഷിച്ചോ, നിനക്കും വരും പണി. ഞാൻ പറഞ്ഞു എന്തിന്? ഒരു പരിചയമില്ല, സീരിയൽ കണ്ട പരിചയം മാത്രമേ ഉള്ളൂ. അവരുടെ വിചാരം ഞാൻ ജീവിതത്തിൽ അങ്ങനെ ഭയങ്കര നൊട്ടോറിയസ് എന്തോ ക്രിമിനൽ ആണെന്നാണ്. പിന്നെ അതൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. ഇപ്പൊ ഞാൻ ശ്രമിച്ചു. പെട്ടെന്ന് അങ്ങനെ കേൾക്കുമ്പോ ഇയാള് ഭയങ്കര കൂളായിരുന്നു കേട്ടോ. അതിനെന്താ ഞാൻ സൂക്ഷിച്ചോളാം. അല്ല കിഷോർ, ഇതിപ്പോ എത്ര ഇങ്ങനെയാണെങ്കിൽ ഇത് തമാശയായിട്ടും ഇങ്ങനെയായിട്ടും ഒക്കെ പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്, ഇത് കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ കിഷോറിന്റെ ഉള്ളിൽ വരുന്നത് എന്താ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ? ദേവി നോക്ക് എത്ര അത് ചില്ലായിട്ട് പറഞ്ഞു കിടന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് സത്യം പറഞ്ഞ അങ്ങനെ കേൾക്കുമ്പോ ഈ കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത വരാറുണ്ട്. പിന്നെ കുറെയൊക്കെ നമ്മള് ചിലതൊക്കെ നമ്മൾ എൻജോയ്. ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞത് ശരിക്കും ഞാനും അപ്പുറത്ത് മാറിയിരുന്ന് ഒരുപാട് ചിരിച്ചു. ആന്റി പോഗോയിലുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അവന്റെ ഹ്യൂമർ സെൻസ് ഭയങ്കര ഇത്രയും കുഞ്ഞത് ചോദിക്കണം. അല്ല ഇപ്പൊ പിന്നെ അത് യൂസ്ഡ് ആയി. ഇപ്പൊ നമ്മള് ചോദിച്ചില്ലെങ്കിൽ ഇതൊന്നും ചോദിക്കാത്ത നമ്മളെ പറ്റി അങ്ങനെയായി. എല്ലാരും ചോദിച്ചു നമുക്ക് അതൊരു ടെൻഷൻ ഇല്ല. അങ്ങനെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വീണ്ടും ഇത് തന്നെ പറയുന്നില്ലേ, മകനാണോ ആങ്ങളെയാണോ? ഇത് നിങ്ങൾ അന്ന് ഞാനത് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് വണ്ണം വെച്ചു. എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ വന്ന സമയത്ത് കുറച്ച് വണ്ണം വെച്ചു. അപ്പൊ സ്വതവേ നമ്മളുടെ ഒരു മലയാളികളുടെ നമുക്ക് അടച്ചു പറയാൻ പറ്റില്ല. എങ്കിലും ഒരു 99% ആൾക്കാരും നമ്മളെ കാണുമ്പോൾ അയ്യോ വല്ലാണ്ട് അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ, എന്ത് പറ്റി? ഇപ്പൊ ജോലിയൊന്നും ഇല്ലേ? ചിലപ്പോ നമ്മള് 10-30 ദിവസം കഴിഞ്ഞിട്ട് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ക്ഷീണിച്ചു കഴിഞ്ഞാൽ അയ്യോ ഷുഗർ ആണോ, എന്തെങ്കിലും അസുഖം ഉണ്ടോ, ട്രീറ്റ്മെന്റ്? എന്തിന്റെ ട്രീറ്റ്മെന്റ്? ജിമ്മിൽ പോയി കഷ്ടപ്പെട്ട് പട്ടിണി ഇരുന്ന് മെലിഞ്ഞ്. അപ്പൊ ആ വണ്ണം വെച്ച സമയത്ത് എല്ലാവരും ആ ഒരു ഇതായിരിക്കും, ഇത് വണ്ണം വെച്ചു കേട്ടോ, ഭയങ്കര ഡാൻസ് എങ്ങനെ കളിക്കും. അപ്പൊ കൂടെ വരുന്ന സമയത്ത് അതിന് ഇതാരാ, ചേട്ടനാണോ? ചേട്ടനോ? ഞാൻ പറഞ്ഞല്ല ഹസ്ബൻഡ്. ആ ഓക്കെ. ഞാനപ്പോ എപ്പോഴും ചോദിക്കും ഇത് ആരാന്ന് ചോദിച്ചാ പോരെ.
നമ്മള് ജഡ്ജ്മെന്റിലാവുന്ന എന്തിനാ? ഇപ്പൊ രമ്യയുടെ കൂടെ ഒരാൾ വരുന്നു, ഇതാരാ, മോനാണോ എന്ന് ചോദിക്കേണ്ടത്. നമ്മൾ എന്തിനാ അങ്ങനെ അസ്യൂം ചെയ്യുന്നത്? ശരിക്കും ഇതാരാ എന്ന് വരെ ചോദിക്കേണ്ട കാര്യമില്ല. ആരും ആയിക്കോട്ടെ, എന്നാലും ഫ്രണ്ട് ആണോ, ഓക്കെ ചോദിക്കണം. അത്ര നിർബന്ധമാണ്, അറിയണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാലോ. ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്ക് മോനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരാള് അതൊക്കെ എൻജോയ് ചെയ്യുന്നു. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പഠിച്ച് ഞാൻ ഇനി കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ അടി പിന്നെ എനിക്ക് വാശി കയറി. അങ്ങനെ ഉള്ളതല്ലോ, അപ്പം നരപ്പിക്കാൻ തുടങ്ങിയതാ. ഇനി കളർ തൊട്ടിട്ട് മോനാന്ന് കണ്ടപ്പോ അതിങ്ങനെ സുഖിക്കായിരുന്നു ആള്. മോനാണോന്നൊക്കെ ചോദിച്ചു. ഇളയ മോനാണോന്നും കൂടെ ചോദിച്ചാൽ ഞാൻ മരിച്ചാല്. അതോടെ വീട്ടിലിരുന്ന ഡൈയും കളറും സംഭവങ്ങളും എല്ലാം കത്തിച്ചു കൊള്ളത്തില്ലല്ലോ. പക്ഷെ ദേവി ഇത്ര നമ്മൾ ചിരിച്ചു വിടുന്നത്, പക്ഷെ അത് എപ്പോഴെങ്കിലും ദേവിയുടെ മനസ്സിലേക്ക് കൊറേ പേര് നമ്മളോട് ഇപ്പം ചിലര് ചോദിക്കുന്നില്ലല്ല, അർത്ഥം വെച്ച് ചോദിക്കുന്ന പോലെ നമുക്ക് ചിലപ്പോ തോന്നും. അല്ല, അങ്ങനെയാണ് എനിക്ക് വാശിയായത്. കാരണം എന്റെ അടുത്ത് എന്നെ വളരെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാര് പറഞ്ഞു തുടങ്ങി, ഈ ശരീരം ശ്രദ്ധിക്കുന്നില്ല, എന്താണ് ഇങ്ങനെ തിന്ന് തീർത്ത്. ഇവരുടെയൊക്കെ വിചാരം ഭക്ഷണം കഴിച്ചിട്ടാണ് ഇവർക്ക്. നമുക്കുണ്ടാകുന്ന മെഡിക്കൽ ഇഷ്യൂസ് ആണെങ്കിൽ നമ്മൾ സ്റ്റിറോയിഡ്സ് എടുത്തിരുന്നു ആ സമയത്ത്. അപ്പൊ അതൊന്നും ആൾക്കാർക്ക് ഇത് അറിയേ വേണ്ട. അവര് പ്യോർലി നമ്മളെ മുഖത്തടിച്ച പോലെ പറയാ, കുറച്ചൊക്കെ തീറ്റൊക്കെ കുറയ്ക്കും. അയ്യോ, അങ്ങനെയൊക്കെ നമുക്കൊരു ഭയങ്കര മനപ്രയാസമായി. മെലിഞ്ഞു ഞാൻ ഓൾമോസ്റ്റ്. അപ്പൊ അങ്ങനെ ഭയങ്കര എനിക്ക് സങ്കടം വന്ന് ഞാനൊരു ഒരു ട്രാൻസ്ഫോർമേഷൻ ആവശ്യമാണെന്ന് വിചാരിച്ചു ഞാൻ അങ്ങ് ഭയങ്കരമായിട്ട് ജിമ്മിൽ പോയി വർക്കൗട്ട്. അപ്പൊ നമുക്ക് വിചാരിച്ചാലും പറ്റും, ഈ വണ്ണമൊന്നും കുറയാൻ പോകുന്നില്ല അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഇല്ല, കുറച്ച് കാണിച്ചു തരാം. വണ്ണം കുറഞ്ഞു 10, 28, 30ഓളം കിലോ ഞാൻ കുറഞ്ഞു. ഒരു 58 വരെയൊക്കെ എത്തിയേ. അതെനിക്ക് ഷുഗർ ഉണ്ടല്ലേ, പിന്നെ കാണാൻ ഭയങ്കര വൃത്തികേടായി. എല്ലൊക്കെ തോന്നി. ഇച്ചിരി വണ്ണം ഉള്ളായിരുന്നു ഭംഗി. വണ്ണം ഉള്ളതായിരുന്നു കേട്ടോ ഭംഗി. കഷ്ടപ്പെട്ട് നമ്മൾ 2-2.5 വർഷം കൊണ്ട് മെലിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പൊ ഞാനപ്പോ വിചാരിച്ചു, പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ നമ്മൾ അത് ഇങ്ങനെ ടൂ മച്ച് ബോധേഡ് ആയിട്ടുള്ള. അങ്ങനെയുള്ള ബഹുജനം പലരും അങ്ങനെയൊക്കെ പറയും. അതൊന്നും കേൾക്കണ്ട. നമ്മൾ എല്ലാവർക്കും സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ലാസ്റ്റ് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു, ബി യുവർ സെൽഫ്. നമുക്ക് എന്താണോ കംഫർട്ടബിൾ അതങ്ങനെ ഇരിക്കുക. ശരിക്കും അങ്ങനെ അങ്ങ് തീരുമാനിച്ചു. ഇനി അച്ഛനാണോന്ന് ചോദിച്ചാലും അല്ലെങ്കിൽ എന്റെ കുഞ്ഞുമോനാണോന്ന് ചോദിച്ചാലും ചെറിയ മോനാണോന്ന് ചോദിച്ചാലും എന്റെ മോനാ മൂത്തവനാണ് എന്ന് പറഞ്ഞു. നോർമലി അങ്ങനെയാണ് എല്ലാവരുമായിട്ടും ഡീൽ ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ഞാൻ ഷുഗർ ഉണ്ടോന്ന് ഇപ്പൊ മെലിഞ്ഞിരിക്കുന്നു, ഷുഗർ ഉണ്ടോന്ന് ചോദിച്ചാൽ കുറച്ചുണ്ട്, പിന്നെ ഒരു ചോദ്യമില്ല. എനിക്ക് പക്ഷെ അത് പറ്റില്ല. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യും. അയ്യോ, അത് എന്താണെന്നറിയാവോ, അന്ന് എനിക്ക് കോവിഡ് വന്നായിരുന്നേ, ബൈലാറ്ററൽ ഞാൻ സ്റ്റിറോയിഡ് കഴിച്ചു. അപ്പൊ എനിക്ക് അരമണിക്കൂർ ആൻസർ, ഇവിടെ 1 മിനിറ്റ് ആൻസർ. അവർക്ക് കേൾക്കേണ്ട അതാണ്. ഭയങ്കരമായിട്ട് മെലിഞ്ഞല്ലോ, ഷുഗർ ആണോ? ചെറുതായിട്ട്. അപ്പം കിഷോർ എന്നാ നീ എന്ന് ഇങ്ങനെ പറയേ ദേവി, നിനക്കപ്പൊ ഇങ്ങനെ പറഞ്ഞാ പോരേന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും എനിക്കത് പറ്റൂല. എനിക്ക് ഇങ്ങനെ കുറച്ച് അറിയുള്ളൂ. പറ്റൂല. കാര്യം അത് അങ്ങനെ ശീലിക്കണം. ശരിക്കും ഞാൻ എപ്പോഴും പറയും, കാര്യം ഞാൻ ഒരു പ്രൊഫഷണലായിട്ട് ഒരു സിംഗറായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രൊഫഷണൽ സിംഗിങ് എന്ന വേദിയിൽ പല ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആണ് നമ്മുടെ പ്രോഗ്രാം കാണാൻ വരുന്നത്. എല്ലാ പാട്ടുകളും ചിലപ്പോൾ ഞാൻ പാടുന്ന പാട്ടുകളും മറ്റു കൂടെ പാടുന്നവർ ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു തവണ ഇതുപോലെ തന്നെ ഒരു വ്യക്തി ഇങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വേറെ വല്ല പണിക്കും പോക്കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചേട്ടനെങ്കിൽ വന്നേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ ജോലി അല്ല ചേട്ടാ ചെയ്യണേ. അല്ല, ഞാൻ പാട്ടുകാരനല്ല, ഞാൻ പെയിന്റ് പണിക്ക് പോകുന്നുണ്ട്, വാർക്കപ്പണിക്ക് പോകുന്നുണ്ട്, അങ്ങനെ ഒരുപാട് വേറെ നല്ല പണിക്ക് ഒക്കെ ഞാൻ പോകുന്നുണ്ട്. ഇതെന്റെ സൈഡിൽ ഇങ്ങനെ ഇഷ്ടം കൊണ്ട് വരുന്ന ചേട്ടാ, ഞാൻ ഈ പണിക്ക് വരണല്ല. അവന് എന്താ പറയണ്ട, അവൻ പറഞ്ഞത് ഞാൻ പോലെ നിക്ക് ബാക്കിയും കൂടെ ഇവൻ അല്ല ഞാനത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ പുള്ളി ഞാൻ അവനെ പിടിച്ചു നിർത്തി. അപ്പൊ ഞാൻ പിടിച്ചു നിർത്തുമ്പോ നമ്മുടെ കൂടെ ഉള്ള 2-3 സിംഗേഴ്സും കൂടെ അതിന്റെ കൂടെ കൂടി. അവര് പറഞ്ഞു, ചേട്ടാ ഞങ്ങളൊന്നും ഈ പണിക്ക് പോകണം. പിന്നെ അവനെ അങ്ങ് അവിടെ നിന്ന് അങ്ങ് കൊന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവനും പറയണ്ടായിരുന്നു പോയി. വേറെ പണിക്ക് പോക്കോട് വെച്ചപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ വേറെ പണിക്കാ പോകുന്ന ചേട്ടാ, ഇതെന്റെ ടൈം പാസ് ഇഷ്ടം കൊണ്ട്. പണി തരാൻ ഒരു ജോലി തരൂ, കൊള്ളാവുന്നൊരു ജോലി തരുന്നത്. അങ്ങനെ പറയുന്നവരുണ്ട്. പറയാന്നുള്ളൊരിതാണ് ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അതൊരു പ്രൊഫഷൻ ആയിട്ട് അംഗീകരിക്കാത്ത ഒരു സൊസൈറ്റി ഇപ്പോഴും നമ്മുടെ ലോകത്തുണ്ട്. അതൊരു ഭയങ്കര സാഡസ്റ്റ് പാർട്ടാണ്. നമ്മൾ പലപ്പോഴും ട്രാവലിങ്ങിന് പോകുമ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട്, എന്ത് ചെയ്യുന്നു? നമ്മൾ ആ സീരിയലൊക്കെ കാണാറുണ്ട്. അയ്യോ, ഒരു കോമഡി പരിപാടിയൊക്കെ സൂപ്പറാണ്, ഡാൻസ് റീൽസ് എല്ലാം കാണാറ്. എന്ത് ചെയ്യുന്നു?
ഇത് ചെയ്തിട്ടേ സമയമില്ല, ഇനി വേറെ എന്ത് ചെയ്യാനാണ്, വീട്ടിൽ പോയിട്ട് എന്ത്. ഞാൻ പറഞ്ഞല്ല ഇതൊക്കെ തന്നെ ഇതൊരു ചെയ്യുന്നത്. ജോലിയായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണ്. ഇതൊരു ടൈം പാസ് പോലെയാണ് ആൾക്കാർ കാണുന്നത്. ഒന്നിനും കൊള്ളാത്തവർക്ക് പറ്റണ ജോലിയൊന്നും ഇല്ല, അതുകൊണ്ട് എന്തെങ്കിലും പാവം. അതെ, ഇതിനു നമ്മൾ വേണ്ടിട്ട് ഇതിന് ഇടുന്ന വേണ്ടി ടൈം invest ചെയ്യുന്ന എത്രയാണ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ രമ്യക്കൊക്കെ അറിയാൻ പറ്റും. ഒരു ഡാൻസർ ആകുമ്പോൾ നമ്മൾ ട്രെയിൻ ഡാൻസ് എത്രയോ കൊല്ലത്തെ എഫേർട്ടാണ്. ഇപ്പൊ നമ്മളിപ്പം പഠിച്ചു, അക്കാഡമിക് ആയിട്ട് പഠിച്ചു, നമ്മൾ ഒരു PG എടുത്തു, അത് കഴിഞ്ഞ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇടുന്നു, അവരെ കുട്ടികളെ പഠിപ്പിക്കുന്നു. അതിന് വേണ്ടുന്ന നമ്മൾ എക്യുപ്ഡ് ആവാൻ എത്രയോ വർഷങ്ങളുടെ ഒരു എന്താ പറയണ്ടേ, നമ്മളൊരു ട്രെയിനിങ് ഉണ്ട്. അതൊന്നും ഒരു ബോധയുടെ അല്ല ആൾക്കാര്. ഓ ഡാൻസ്, അതെ, പുച്ഛമാണ്. ഡാൻസ് എന്താ, അതിനിപ്പോ എന്താ, ഡാൻസ്. ഇപ്പൊ ഞാൻ ഡിഗ്രിക്ക് കല്യാണത്തിന് ശേഷമാണ് എനിക്ക് BA ഭരതനാട്യം ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ സെൻട്രസിൽ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പം എന്റെ വീട്ടിൽ എന്റെ ഫാമിലിയിലുള്ളവർ, നീ കുഞ്ഞിലോട്ട് ഡാൻസ് കളിക്കുന്നില്ലേ, ഇതിപ്പോ പഠിക്കാൻ എന്തുവാ, പരീക്ഷയൊക്കെ ഉണ്ടോ ഡാൻസിന്, എനിക്ക് അങ്ങനൊക്കെ പറയുമ്പോ എന്റെ ഉള്ളിലെ മറ്റേ നാഗവല്ലി എണീക്കും, എനിക്ക് ഭ്രാന്തളകും. അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെ ഇപ്പം നോക്കിയ യേശുദാസ് പാടുകല്ലേ, അയ്യോ വേറെ ജോലിക്ക് പൊക്കൂടെ എന്ന് ചോദിക്കാൻ പറ്റുമോ, അദ്ദേഹം എവിടെയോ നിൽക്കാണ്. അങ്ങനെയൊക്കെ ഇങ്ങനെ ഇപ്പൊ ഒരു വ്യക്തി വേറൊരു വ്യക്തി എന്റെ അടുത്ത് പറഞ്ഞത്, യേശുദാസിന് ജീവിക്കണമെങ്കിൽ ഇങ്ങനെ അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും ഒക്കെ പോയി പാടി നടക്കണം എന്ന് പറഞ്ഞ ഇത്തിരി ബുദ്ധിമുട്ടാന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് എന്റെ അടുത്ത്. അപ്പൊ ഞാൻ തിരിച്ച് അങ്ങനോട് ചോദിച്ചു, നിങ്ങൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോട്ടും സൂട്ടും ഊരാൻ സമയമില്ല, AC മുറിക്കകത്ത് തന്നെ കുത്തിയിരിക്കണം, കണ്ട മീറ്റിംഗ്സും ഓൺലൈൻ ചർച്ചകളും മീറ്റിംഗ്സും അതും ഇതും ഒക്കെ ഇട്ട് എവിടെ ചേട്ടന് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ സമയം, ചേട്ടനും ജീവിക്കണമെങ്കിൽ ഞാൻ തിരിച്ച് അങ്ങനെ ചോദിച്ചു. അപ്പൊ ഇത് ചോദിച്ചതും അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ, അങ്ങനെയുള്ള ഒരാളാണ്, ഹൈ പൊസിഷൻ ഇരിക്കുന്ന ഒരു വ്യക്തി എന്റെ അടുത്ത് ചോദിച്ചത്. അപ്പൊ ഈ എഡ്യൂക്കേഷന്റെ അർത്ഥം എന്താണ് അല്ലേ? അങ്ങനെ പൊസിഷനിലുള്ള ഒരാളും ഇത്ര ലൂസ് ടോക്ക് ഇങ്ങനെ സംസാരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാണ് പറഞ്ഞത്, നമ്മളെ കാണുന്ന ഒരു കാഴ്ചപ്പാട് എനിക്ക് പലപ്പോഴും. പക്ഷെ എനിക്ക് തോന്നുന്നു അത് കൂടുതലും നമ്മളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ. നമ്മൾ ഔട്ട് ഓഫ് ദ സ്റ്റേറ്റ് പോയി കഴിയുമ്പോൾ ഇതിന് വേറൊരു ഡയമെൻഷനാണ് ശരിക്കും. നമ്മൾ ബാക്കി വേറെ സ്റ്റേറ്റിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴാണ് മനസ്സിലാവും. അവർക്ക് ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹുമാനമാണ്, ഭയങ്കര പാട്ടും ഡാൻസ്, ഭരതനാട്യം, അയ്യോ അവർക്ക് അത്രയും റെസ്പെക്ട് ആണ്. ആർട്ടിനെ അതുപോലെ ബഹുമാനിക്കുന്ന ഒരു ക്രൗഡാണ് തമിഴ്നാട്ടിലൊക്കെ. അതായത് അത് നമുക്ക് എന്തുകൊണ്ടോ നമ്മളുടെ മേബി നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ അതൊരു ഭാഗമല്ലാത്തത് കൊണ്ടായിരിക്കും. അവർക്ക് മ്യൂസിക്കും ഡാൻസും ഇല്ലാത്തൊരു ജീവിതമില്ല, അല്ലെങ്കിൽ സിനിമ ഇല്ലാത്തൊരു ജീവിതമില്ല. അതെല്ലാം അവരുടെ ഒരു എൻജോയ്മെന്റിന്റെ അല്ലെങ്കിൽ അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. നമ്മളെന്തോ എവിടെയോ ഏതോ ഒരു പോയിന്റിൽ അതെല്ലാം നമ്മൾ ഉപേക്ഷിച്ചു പോയി. നമ്മുടെ ഇവിടെ അക്കാഡമിക്സും IAS അങ്ങനെ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞാൽ എത്രയോ. പിന്നെ പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഈ സിനിമയിലേക്ക് വരുമ്പോ കഥ മാറിയെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഇവിടെ സിനിമാക്കാരെ കാണുമ്പോൾ ഒരു ഫാൻസും ഇതും ആ ഒരു അത് വേറെ ഒന്നാണ്. പക്ഷെ അതും നമ്മളെ എന്താ പറയല്ലേ, ഓപ്പൺ ആയിട്ട് അത് അംഗീകരിക്കാൻ മറ്റേ അവളാണ് മറ്റേ സിനിമയിലൊക്കെ മാറി നിന്നും മറ്റതും പറയും. അതും ഉണ്ട്. ഇപ്പൊ നമ്മള് മാധ്യമങ്ങൾ എടുത്താൽ നമുക്കറിയാം, ഒരു മനുഷ്യന് ഡ്രസ്സ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അതിനും കമന്റ് ഇടുക, അല്ലെങ്കിൽ നമുക്ക് പ്രൈവസി അല്ലെങ്കിൽ നമ്മളുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടങ്ങള് അതൊക്കെ ബാക്കിയുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തിനാ സാക്രിഫൈസ് ചെയ്യുന്നത്? വേണം, ഡീസെന്റ് ആയിരിക്കണം, നമ്മൾ സോഷ്യലി നമ്മളൊരു സോഷ്യൽ ബീയിങ് ആണ്, അപ്പൊ കുറച്ച് നമ്മൾ അതിനെ മാനിക്കണം. പക്ഷെ ടൂ മച്ച് ആയിക്കൊണ്ട് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? രമ്യയുടെ ഡ്രസ്സ് ഭയങ്കര അതെ, രമ്യയുടെ ഇഷ്ടത്തിനല്ലേ രമ്യ ഡ്രസ്സ്, കളർ മോശമായി പോയിട്ടോ, അതിന്റെ തന്നെ ചേച്ചി കുറച്ചുകൂടെ നല്ല ഡ്രസ്സ് ഇട്ടൂടെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തോരം ഹേർട്ടാവും. സത്യം. അപ്പൊ അങ്ങനെ കുറച്ച് ഓവർ ആകുന്നുണ്ട്. പിന്നെ നമ്മള് അതെ കൊറേയൊക്കെ ഇപ്പൊ നമ്മള് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വിചാരിച്ചു. കൊറേയൊക്കെ ആദ്യമൊക്കെ എനിക്ക് ഇത് ഭയങ്കര ഹേർട്ടാവുമായിരുന്നു, ഭയങ്കര ഹേർട്ടാവുമായിരുന്നു. ഇപ്പൊ പിന്നെ ഇതെല്ലാം എൻജോയ് ചെയ്യും. തള്ളക്ക് നിർത്താറായില്ല, ഇല്ല മോനെ ഞാൻ അവസാനം വരെ തന്നെ ചെയ്യുന്നു, എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ദുഷ്ടയും എന്താ പറയാ ഇങ്ങനത്തെ ഒരു ക്രൂരതയും ഒക്കെ ആയിട്ടുള്ള ഈ ദേവിയുടെ ശാന്ത സ്വരൂപിണിയായിട്ടുള്ള ആ നന്മ നിറഞ്ഞ ആ ഒരു സ്വഭാവത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞേക്ക് ഈശ്വർ. ശരിക്കുമുള്ള ദേവി എങ്ങനെയാണ്, എത്രത്തോളം കുശുംബിയാണ്, അല്ലെങ്കിൽ എന്താ ഇതാണ് അങ്ങനത്തെ ഒന്നും സംസാരിക്കാറില്ല. ആ ഒരു സൗമ്യ രൂപിണി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വളരെ ഓപ്പൺ ആയിട്ട് മനസ്സിൽ തോന്നിയ കാര്യം വളരെ ഓപ്പൺ ആയിട്ട് സംസാരിച്ച് അത് അവിടെ അങ്ങ് തീർക്കുന്ന ആളാണ്. എല്ലാരോടും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞങ്ങളുടെ ഫാമിലി ലൈഫിൽ നമ്മൾ ആകെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുള്ളൂ, നമ്മൾ സംസാരിക്കുന്നതാണെങ്കിലും ഇപ്പൊ നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും ഇപ്പൊ ഞാൻ ചെയ്ത ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അപ്പൊ തന്നെ പറയുക, ഇപ്പൊ തിരിച്ചും. അല്ലാതെ പ്രൊഫഷണലി കിഷോർ ഒരു രീതിയിലും എന്നെ അത് ചെയ്യരുത് അല്ലെങ്കിൽ അത് കൊള്ളില്ല ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. കാര്യം അത് എന്താ പറയുമോ, അത് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രായമല്ല. ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളോടൊരു സജഷൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം. അല്ലാതെ ഒരു പ്രൊഫഷൻ എന്നുള്ളത് തന്നെ ഡീൽ ചെയ്യണം. അങ്ങനെ നമ്മൾ തന്നെ ഡീൽ ചെയ്യുമ്പോഴേ നമ്മൾ അതിൽ കൂടുതൽ
ഇൻവോൾവ്മെന്റ് അതിൽ ഉണ്ടാവുള്ളൂ. അപ്പം ഞാനിപ്പോ ഒരു സീരിയലിന്റെ ഒരു കഥ കേൾക്കാൻ പോയിട്ടോ അല്ലെങ്കിൽ കഥ എന്നോട് വന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന ക്യാരക്ടർ, ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അത് ഇദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്, ചെയ്യണോ വേണ്ടോ. ആ ഒരു ഫ്രീഡം ഉണ്ടല്ലോ, അത് നമുക്ക് ആ ഒരു ചോയ്സ് ആണ് ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത്. ഇപ്പൊ ഡാൻസ് പ്രോഗ്രാം ഉണ്ട്, എനിക്കന്ന് പ്രോഗ്രാം ഉണ്ട്, പക്ഷെ അത് തിരുവനന്തപുരത്ത് നോടി എന്റെ ആരോഗ്യമാണ്, എനിക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം മതി. ഓക്കെ ആണോ, കംഫർട്ടബിൾ ആണോ, പോയി വന്നിട്ട് ഉറക്കം നിന്ന് ചിലപ്പോൾ ചെയ്യേണ്ടി വരും, അത് കഴിഞ്ഞാൽ തിരിച്ച് തിരുവനന്തപുരത്ത് പോകണം, ഹെൽത്ത് നോക്കുക, ഓക്കെ ആണ്, ഫൈൻ, പൊക്കോ, ഒരു കുഴപ്പമില്ല. പിന്നെ വന്ന് കാര്യരുത്, പുകഴ്ത്തിയൊന്നും പറയരുത് കേട്ടോ, കുറച്ച് അവിടെ അടങ്ങിയൊക്കെ ഇരുന്നോളൂ. ഇങ്ങനെ ഒരാളെ കിട്ടാന്ന് ഞാൻ എപ്പോഴും പറയും. കാരണം സ്പെഷ്യലി നമ്മള് കല്യാണത്തിന് ശേഷം നമുക്ക് അച്ഛന്റെ അമ്മയുടെയും കൂടി ഇരിക്കുമ്പോ നമ്മൾ പറയുന്നതാണ് അവിടെ. കാരണം എന്റെ അച്ഛനും അമ്മയും വർക്കിംഗ് ആയിരുന്നു, അനിയനും ഉണ്ടായിരുന്നു, അനിയനെയും കലാമണ്ഡലത്തിലായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ പറയുന്നത് അമ്മ എനിക്കത് പോകണം, ആ പൊക്കോ. അപ്പൊ അവര് ലീവ് എടുത്ത് നമ്മുടെ അറിയാലോ രമ്മയുടെ അച്ഛനും അമ്മയൊക്കെ എന്തോരം നമുക്ക് വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ, യൂത്ത് ഫെസ്റ്റിവൽസ് ഒക്കെ നമ്മളിങ്ങനെ കൊണ്ട് നടന്നിട്ട് ഇഷ്ടമുള്ള ഭക്ഷണം മേടിച്ചു തന്ന് കൊണ്ട് വീട്ടിൽ നിന്ന് കുക്ക് ചെയ്ത്, അമ്മ എനിക്ക് പൂരി മറ്റേ ഭാജി വേണം എന്ന് പറയുമ്പോൾ അത് പൊതിഞ്ഞെടുത്തിട്ടാണ് യൂത്ത് ഫെസ്റ്റിവൽ കൊണ്ടുപോകുന്നത്. അങ്ങനെ നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ കല്യാണത്തിന് ശേഷം നമുക്ക് അത്രയും അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു ഫാമിലി നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ബ്ലെസ്ഡ് ആണ്. അത് ദൈവ ഭയങ്കര ഒരു ഗോഡ് ബിലീവർ ആണല്ലോ, അപ്പൊ അതിന്റെ ഒരു അനുഗ്രഹം മാത്രമാണ് ഇവിടെ ഇരിക്കുന്ന ഒരാള്. തീർച്ചയായിട്ടും അത് ഞാൻ ശരിക്കും അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അത് ഞാൻ കിഷോറിനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം. ഞാൻ കല്യാണം ഞങ്ങള് ഇഷ്ടം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ആകെ ഒരൊറ്റ ഇഷ്ടമേ ഉള്ളൂ, എനിക്ക് എന്റെ ഡാൻസ്. താനത് ഡാൻസ് ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, നമ്മൾ പരിചയപ്പെടുന്നത് താൻ ഡാൻസർ ആയിട്ട് വന്നിട്ടാണ്, പിന്നെ അത് ചെയ്യരുതെന്ന് പറയാൻ ഞാൻ എന്തിനാ അത് പറയുന്നത്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് ഡാൻസ്, എനിക്ക് നമുക്ക് കല ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ അറിഞ്ഞിട്ട് ആസ്വദിക്കുന്നതിനാണ്. ഈ എന്താന്ന് മറ്റേ ആട്ടങ്കാണ് എന്ന് പറയുന്ന പോലെ. അപ്പം എനിക്ക് ഡാൻസുമായിട്ട് ഒരു ബന്ധവുമില്ല, എനിക്ക് ഇത് ആസ്വദിക്കാനും പറ്റുന്നില്ല ഇപ്പോഴും. അത് അറിയില്ലാത്തവർക്ക്, കാരണം മുദ്രകളല്ലേ ഇങ്ങനെ കാണിക്കുന്നത്. ഞാനൊരു മ്യൂസിക് ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഡാൻസറെ അല്ല, പാട്ട് പാടുന്ന ആളെ, മൃദംഗവും വയലിനും ഒക്കെയാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വന്നാൽ തന്നെ ഇപ്പം എന്നോട് ചോദിക്കാറ് പ്രോഗ്രാം എങ്ങനെ, ഞാൻ പ്രോഗ്രാമിന് വന്നിട്ട് ഞാൻ ഡാൻസ് ഒന്നും കണ്ടില്ല, ഞാൻ പുള്ളി പാടിയത്. മൂന്നാമത്തെ പാട്ട് സൂപ്പർ, കഥകളി ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഥകളിയുടെ മെയിൻ അട്രാക്ഷൻ പാട്ടാണ്. പാട്ട് പിന്നെ അതിന്റെ ഒരു അത് കൂടുതൽ നമുക്ക് അണിയറയിൽ പോയി കാണുന്നതിനോടാ ഇപ്പോഴും താല്പര്യം. കുഞ്ഞിലേയും അതായിരുന്നു, ഇപ്പോഴും അവരുടെ ഒരുക്കങ്ങൾ കാണാനും അതാണ് താല്പര്യം. അതുകൊണ്ട് പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോ പറ്റുന്ന സമയത്തൊക്കെ വരാറുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ഞാൻ നിർബന്ധിക്കാറുമില്ല. വന്നിരുന്ന് വെറുതെ ബോറടിച്ച് കേക്കണ്ടല്ലോ, ആവശ്യത്തിൽ കൂടുതൽ മേടിക്കുന്നുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ എന്തിനാ വെറുതെ നാട്ടുകാരുടെ ആവശ്യത്തിൽ കിട്ടുന്നുണ്ട്, ഇതും കൂടെ വേണ്ട. ഇതൊക്കെ പോട്ടെ, ഞങ്ങൾ ഈ ദേവിനെ എത്ര നാളായിട്ട് മൈൽ സ്റ്റോൺ. കഴിഞ്ഞ വർഷം ദേവി ഇതേപോലെ സുന്ദരി നീ സുന്ദര ഞാനിൽ വന്നിരുന്നു ഇവര്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ അപ്പൂസ് വിളി തുടങ്ങിയത്. കാരണം നമുക്കറിയാം എത്ര സീരിയലിൽ ഇപ്പൊ 26 വർഷമായിട്ട് ദേവി ചെയ്യുന്നു എന്ന് പറയുമ്പോ ഇപ്പോഴും ഇതേപോലെ ഒരേ സമയത്ത് തന്നെ എത്ര സീരിയൽസ് ചെയ്യുമ്പോൾ വീട്ടിൽ ഒരു കെട്ടുണ്ടാവും സാരികള്. അപ്പൊ നമ്മുടെ ഒരു എക്സ്ക്ലൂസീവ് ഷോ ഉണ്ടല്ലോ, സാരി ടൂർ, അതിന് വേണ്ടിട്ട് ദേവിയുടെ അടുത്ത് ഒന്ന് വന്നോട്ടെ ദേവിയെ സാരിയുടെ. ഞാൻ പറഞ്ഞു, എന്റെ അടുത്ത് ലാസ്റ്റ് എന്നെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ വരെ ചെയ്തു. ഞാൻ പറഞ്ഞു, അപ്പൂസെ ഇങ്ങനെ പെട്ടിയൊക്കെ ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിരിക്കും, ഞാൻ വന്നെടുക്കുന്നു. ഒരു ദിവസത്തേക്കൊന്ന് വിളിക്കാറുന്നില്ലേ അപ്പൂസ് ടീമായിട്ട് വന്ന് അടിക്കെല്ലാം വെച്ചപ്പോ ദേവി പറയാ അപ്പൂസ് ഇതിപ്പോ എല്ലാ ആഴ്ചയിലും വന്നോളാം പറഞ്ഞേ. ഞാനൊരു സെക്കൻഡ് സെയിലിനൊക്കെ ഇപ്പൊ നമ്മൾ കോവിഡ് ഒക്കെ വന്ന സമയത്തൊക്കെ ആയപ്പോ ഒന്നുമില്ലല്ലോ ചെയ്യാൻ. ഒരു കാര്യം സാരി കൊടുത്താലും നമ്മള് ലക്ഷപ്രഭുക്കളോ. സത്യം, നിങ്ങളുടെ വീട്ടിലിപ്പം നിങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റ് ഒന്നോ രണ്ടോ മുറി. രമ്യ ഭയങ്കര ഒരു കോമഡി ഉണ്ട്. ഞങ്ങള് ഫ്ലാറ്റിലോട്ട് വന്ന സമയത്ത് 900 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞു ഫ്ലാറ്റ്, 2 ബെഡ്റൂം ഫ്ലാറ്റ് ആണ്. അപ്പം ഞങ്ങൾ ഫ്ലാറ്റിൽ വന്ന സമയത്ത് 3 അൽമാര ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, 1 അൽമാര തനിക്ക്, ബാക്കി 2 കാരണം എന്റെ കോസ്റ്റ്യൂംസ് വെക്കണം, ഒരെണ്ണത്തിൽ എന്റെ സാധാരണ ഇടുന്ന ഡ്രസ്സുകൾ, ഓർണമെന്റ്സ് എല്ലാം. എന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഏറ്റവും കുഞ്ഞ് അലമാര കൊടുത്തു. എന്നിട്ട് ബാക്കിയെല്ലാം ഞാൻ എന്റെ സാധനങ്ങള്, കോസ്റ്റ്യൂം, അതായത് നമ്മളുടെ ഡാൻസിന്റെ കോസ്റ്റ്യൂം, അല്ലാതെ പോകുന്ന ഷോയുടെ കോസ്റ്റ്യൂം, സാരീസ്, ബാക്കി നോർമൽ ഇടുന്ന ഡ്രസ്സുകൾ, അതെല്ലാം. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ അലമാരയിലും ഒരു 2 തട്ട് പാവത്തിന് കൊടുക്കും.
എന്നിട്ട് അഡീഷണൽ 2 അലമാര മേടിച്ചു. നമ്മൾ ഈ പോർട്ടബിൾ അലമാര ഉണ്ടല്ലോ, അതിന്റെ സ്ക്രൂ ചെയ്ത് കൊണ്ടുപോകും. വേറെ നിവൃത്തിയില്ല, കാരണം സ്ഥലമില്ല ഇവിടെ വെക്കാൻ. പെട്ടി കൊണ്ട് ഇങ്ങനെ നടക്കണം, പെട്ടി തട്ട. അപ്പൊ ഏകദേശം എത്ര സാരീസ് കാണും? ഏകദേശം ഒന്ന് നോക്കിക്കഴിഞ്ഞാല് അങ്ങനെ ചോദിക്കരുത്, അറിയില്ല. ഇതിനു വേണ്ടിട്ട് പൈസ നിങ്ങൾ സ്പെൻഡ് ചെയ്യണേ? എന്റെ ഒരു വേഗ് കണക്കിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു സീരിയൽ ഒരു 500 എപ്പിസോഡ് പോവാന്ന് വിചാരിക്കാം. അതില് ഞാനൊരു 100-300 സീനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 200 സാരി അതിനുവേണ്ടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടാവും. ഒരു സീരിയലില്ല ഞാൻ പറഞ്ഞു. ഈ ഇട്ട സാരി പിന്നെ ഒരു സീരിയലിലും റിപ്പീറ്റ് ചെയ്ത് ഇട്ടിട്ടില്ല? ഒരു 3-4 വർഷത്തേക്ക് എന്തായാലും ഇടില്ല. പിന്നെ അത്രയും നമ്മൾ എക്സ്പെൻസീവ് ആയിട്ട് അത്രയും ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുന്ന സാരികളാണെങ്കിൽ മാത്രമേ റിപ്പീറ്റ് ചെയ്യാറുള്ളൂ. അത് എന്റെ ഒരു ഭയങ്കര അതെന്റെ മാത്രം കുഴപ്പമാട്ടോ, അവരുടെ പ്രശ്നമല്ല. സീരിയലുകാർക്ക് അറിയില്ലല്ലോ. ഇപ്പൊ ഞാൻ 5 വർഷം മുന്നിട്ട സാരിയാണോ എന്ന് അവർക്ക് അറിയില്ല, അവർക്ക് ഫ്രഷ് ആയിട്ടുള്ള സാരി വേണം. പക്ഷെ എന്റെ ഒരു പ്രശ്നം എന്താ അറിയോ, നമ്മള് പുതിയ ഒരു സീരിയലില് ചെല്ലുകയാണ്, നമ്മൾ പുതിയൊരു ക്യാരക്ടർ. ഇപ്പൊ ഞാൻ സാവിത്രി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഈ കേരളത്തിൽ ചെയ്യുന്നുണ്ട്, വാത്സല്യം എന്ന് പറഞ്ഞ സീരിയലിൽ. അപ്പൊ അതിൽ അവര് ആദ്യം സജഷൻ പറഞ്ഞിരുന്നു പ്ലെയിൻ സാരീസ് വിത്ത് കലംകാരി ബ്ലൗസ്. ഓക്കെ, അപ്പൊ ഞാൻ കടയിൽ ചെന്ന് പ്ലെയിൻ സാരി എത്ര കളർ കിട്ടും? ഒരു 15 കളർ പോട്ടെ, എല്ലാം കൂടെ ചുരുക്കിപ്പെട്ട് 25 കളർ. 50 സീൻ വേണം. 50 സീനിലേക്ക് നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഈ ബാക്കി കളറിന് ഞാൻ എവിടെ പോവും? ഒരു 3-4-5 കളർ ഡൈ ചെയ്ത് മേടിച്ചു, പ്ലെയിൻ തുണി ഡൈ ചെയ്ത് മേടിച്ചു. അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും രക്ഷയില്ല, കളേഴ്സ് തീർന്നുകൊണ്ടിരിക്കുക. പിന്നെ ഈ കളറിന്റെ ബ്ലൗസ് മറ്റേ കളറിന്റെ കൂടെ ഇട്ടു, ആ ബ്ലൗസ് എടുത്ത് ഇപ്പുറത്തിട്ടു. ഞാൻ അവിടെ ചാനലിൽ വിളിച്ചു, ഞാൻ പറഞ്ഞു വി ആർ എക്സോസ്റ്റഡ്, എനിക്ക് കളേഴ്സില്ല. എന്താ പിന്നെ ചേച്ചി വേറെ ചേച്ചിയുടെ ഇഷ്ടത്തിന് മാറ്റിക്കുന്നു. അങ്ങനെ പിന്നെ നോർമൽ അല്ലാത്ത സാരീസൊക്കെ അതിൽ ഇട്ട് തുടങ്ങി. ഇപ്പം ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ പട്ട് സാരിയൊക്കെ കൊടുത്ത് അങ്ങനെ പോയി. അപ്പൊ നമ്മൾ ചില സമയത്ത് ഇങ്ങനെ സ്റ്റക്കാവും. മറ്റേ ഏതെങ്കിലും സീരിയൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവര് ചില പറയുന്ന ചേച്ചി ഒന്നും നോക്കണ്ട, ഭയങ്കര പോഷായിട്ട് ജ്വല്ലറി എല്ലാം ചേച്ചിയുടെ മാക്സിമം ഇടാൻ പറ്റുന്ന ഹെവി ആയിട്ട്. ഹെവി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ജ്വല്ലറി എടുക്കണമെങ്കിൽ മിനിമം ഒരു ക്ലാസ് ജ്വല്ലറി എടുക്കണമെങ്കിൽ 1000-1500 രൂപ ആരും പ്രൊവൈഡ് അതാണ് സിനിമയിലാണേലും എല്ലാം കോസ്റ്റ്യൂംസ് അവിടെ നിന്ന് കിട്ടും. സീരിയലുകാർക്ക് എല്ലാം എല്ലാരും സ്വന്തമായിട്ട് നമ്മള് ഒരു ഇതിന്റെ അകത്ത് എന്താണ് നമ്മളുടെ ഒരു റിട്ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതിന്റെ അകത്ത് സസ്റ്റൈനബിലിറ്റി ഉണ്ടല്ലോ, നമ്മൾ ഇപ്പോഴും സസ്റ്റെയിൻ ചെയ്യുന്നു. അല്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും പ്രിവിലേജസ് കിട്ടുന്നു, അല്ലെങ്കിൽ ഫംഗ്ഷൻസിന് പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് ഷോസ് വരുന്നു, നമ്മൾ നോൺ ഫേസ് ആയിട്ട് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ റിട്ടേൺസ് എന്ന് പറയുന്നത്. അല്ലാതെ ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കുക അത് എത്രത്തോളം പോസിബിൾ ആണ്? തീരും. സത്യം ഈ പറയുന്ന വെച്ച് നോക്കി ചില സീരിയൽ ഇപ്പം മാച്ചിങ് പൂക്കൾ, അതായത് ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് എന്റെ സാരി അയച്ചു കൊടുത്ത് അതിനനുസരിച്ച് കളേഴ്സിലുള്ള പൂവ് ചെയ്തു വരികയാണ്. അങ്ങനെയാണോ പൂവൊക്കെ? ഞാൻ എവിടെ പോയിട്ട് തപ്പും? ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ഗുണം ഈ സോഷ്യൽ മീഡിയ ഇത്രയും വളർന്നത് കൊണ്ട് അങ്ങനെ നമുക്ക് ഒരുപാട് പേരെ പല സ്ഥലങ്ങളിലും പരിചയപ്പെടാൻ പറ്റും. അങ്ങനെ കോയമ്പത്തൂരിൽ നമുക്ക് രേഖ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അപ്പൊ അവര് ഇങ്ങനെ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പം ഞാനിങ്ങനെ പൂ വയ്ക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വെറുതെ ഇൻസ്റ്റയിൽ മെസ്സേജസ് അയച്ചു. തമിഴാണ്, കോയമ്പത്തൂരാണ്. അപ്പൊ അവരെനിക്കിങ്ങനെ മെസ്സേജ് അയച്ചു, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫ്ലവേഴ്സ് വേണമെങ്കിൽ യു ക്യാൻ കോൾ മീ, ഐ ഡു ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ഹോം വീട്ടിലിരുന്ന് തന്നെ സ്മോൾ സ്കെയിൽ ആയിട്ട് ചെയ്തു. അങ്ങനെ ഞാൻ ഇപ്പൊ ചില ഭയങ്കര റെയർ കളേഴ്സ് ഒക്കെ ഉണ്ടാവും, ഇതിനെവിടെ പൂ കിട്ടാനാ? അപ്പൊ അത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുമ്പോൾ അവൾ അതൊന്ന് ഡൈ ചെയ്ത് തുണിയെടുത്ത് സെറ്റ് ചെയ്ത് എനിക്ക് അയച്ചു തരും. അങ്ങനെ എനിക്ക് തോന്നുന്നു ആ ഒരു സീരിയലിന് വേണ്ടിയിട്ട് റെയർ പറയാണെങ്കിൽ 500-500ഓളം കളേഴ്സ് ഞാൻ പൂക്കളും. അപ്പൊ ബ്ലൂ തന്നെയാണെങ്കിൽ ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, നേവി ബ്ലൂ, കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ ഉജാല ബ്ലൂ, അങ്ങനെയൊക്കെ ബ്ലൂവിന്റെ തന്നെ ഒരു ഷെയ്ഡ്, പച്ചയുടെ വേറെ വേറെ. സീരിയൽ 26 വർഷം ഇനിയും സീരിയൽ കൂടുന്നതനുസരിച്ചിട്ട് കിഷോർ പെട്ടി പാക്ക് ചെയ്ത് റെഡി ആയിരിക്കും. അവസാനം പറയും മോനെ കിഷോർ ഇവിടെ കിടക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഇപ്പൊ 3 ബെഡ്റൂം താമസം. ഇവർക്കൊക്കെ സ്ഥലം കൊടുത്താൽ അവിടെ ഒന്നെങ്കിൽ അതിന് വില്ല വാങ്ങണം, അല്ലെങ്കിൽ വീട് പണിയണം. കാര്യം ചെയ്യാം, നമുക്ക് ആലപ്പുഴ കുറച്ച് സ്ഥലം ഉണ്ടല്ലോ, വലിയൊരു ഹോള് പോലെ കെട്ടിട്ട് തന്റെ പെട്ടികളെല്ലാം ഡംപ് ചെയ്യാം. അല്ലാതെ ഇത് എവിടെ വെക്കും ഈ സാധനം? എനിക്ക് ഇമാജിൻ ചെയ്യാട്ടോ, അടുക്കി അടുക്കി എല്ലാം വെക്കുക. അപ്പൊ എല്ലാം നോക്കുമ്പോ അവിടെ കിഷോർ ഇരിക്കണു, കിഷോറിന്റെ ഇവര് രണ്ടുപേരും കൂടെ എടുത്ത് മാറ്റി അവിടെ എനിക്ക് എന്റെ 2 ബാഗ്.
ഞാൻ പറഞ്ഞു അവിടെ ഞങ്ങള് ഉപയോഗിക്കാത്ത ഒരേ ഒരു സ്ഥലം അധികം ഉപയോഗിക്കാത്ത കിച്ചൺ മാത്രമേ ഉള്ളൂ. നമ്മുടെ കിച്ചന്റെ ആവശ്യമില്ല, ഇതങ്ങ് മാറ്റിയാലോ. അതെ, എന്റെ അടുത്ത് ഒരു അമ്മ പറഞ്ഞിട്ടുണ്ടേ, എനിക്ക് സീരിയൽ ഇഷ്ടമില്ല കേട്ടോ, പക്ഷെ നിങ്ങൾ വരുന്ന കാണാൻ എനിക്ക് ഇഷ്ടം. ഏത് പൂവാ, ഏത് കമ്മല, ഏത് മാല, ഏത് സാരിയാന്ന് കാണാൻ.